നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന്. നമ്മൾ ഇതിന് മുന്നേ ഒരു ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചെറിയൊരു ഐഡിയ ആണ് ഉപയോഗിക്കുക. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം അൺബാലൻസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിമാൻഡും ടോട്ടൽ സപ്ലൈയും ഈക്വൽ അല്ലാതായിട്ട് വരുന്ന കേസാണ് അല്ലേ, അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. അപ്പോൾ രണ്ട് കേസസ് ഉണ്ടാവും ഒബ്വിയസ്ലി. ഒന്ന് ടോട്ടൽ ഡിമാൻഡ് ടോട്ടൽ സപ്ലൈനേക്കാളും കൂടുതലായിട്ട് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. രണ്ടാമത്തെ കേസ് ടോട്ടൽ ഡിമാൻഡ് ടോട്ടൽ അവൈലബിലിറ്റിനേക്കാളും ചെറുതായിട്ട് വരുന്ന കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെറിയൊരു ഐഡിയ ഉപയോഗിച്ചിട്ട് ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് ബാലൻസ്ഡ് ആക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡിൽ സോൾവ് ചെയ്തെടുക്കലാണ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് നോക്കാം, ഞാൻ വായിക്കാം. അസ്യൂം ദാറ്റ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കൺസിഡർ ചെയ്യുക. അതിലെ ടോട്ടൽ അവൈലബിലിറ്റി ടോട്ടൽ ഡിമാൻഡും ഈക്വൽ അല്ല എന്ന് അസ്യൂം ചെയ്യുക. അസ്യൂം ദാറ്റ് സമ്മേഷൻ എ ഐ നോട്ട് ഈക്വൽ ടു സമ്മേഷൻ ബി ജെ, അതായത് ടോട്ടൽ സപ്ലൈ ടോട്ടൽ അവൈലബിലിറ്റി ടോട്ടൽ ഡിമാൻഡും ഈക്വൽ അല്ല. ദെൻ ദി പ്രോബ്ലം ബിക്കംസ് ഇൻഫീസിബിൾ. ഓക്കെ, അപ്പോൾ രണ്ട് കേസസ് ഉണ്ടാവും. ഇഫ് ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ രണ്ട് കേസസ്, സമ്മേഷൻ എ ഐ ഗ്രേറ്റർ ദാൻ സമ്മേഷൻ ബി ജെ ആവുന്ന കേസ്. ഇഫ് സമ്മേഷൻ എ ഐ ഗ്രേറ്റർ ദാൻ സമ്മേഷൻ ബി ജെ, ദർ വുഡ് ബി എ സർപ്ലസ് ലെഫ്റ്റ് അറ്റ് ദി സോഴ്സസ്. ഓക്കെ, അതായത് അവൈലബിലിറ്റി ഡിമാൻഡിനേക്കാളും ടോട്ടൽ ഡിമാൻഡിനേക്കാളും വലുതാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് പ്രോഡക്ട്സ് സോഴ്സസിൽ തന്നെ ബാക്കി ഉണ്ടാവും. സർപ്ലസ് ലെഫ്റ്റ് അറ്റ് ദി സോഴ്സസ് ആഫ്റ്റർ ഓൾ ദി ഡിമാൻഡ്സ് ആർ മെറ്റ്. ഒന്നാമത്തെ കേസ് അത്. രണ്ടാമത്തെ കേസോ, ഇഫ് സമ്മേഷൻ എ ഐ ലെസ് ദാൻ സമ്മേഷൻ ബി ജെ, ദർ വുഡ് ബി എ deficits at the sinks after all the sources have exhausted their capacity. ഓക്കെ, ടോട്ടൽ അവൈലബിലിറ്റി ടോട്ടൽ ഡിമാൻഡിനേക്കാളും ചെറുതാകുമ്പോൾ നമ്മൾ എല്ലാ എല്ലാ സിങ്സിലും ഡെസ്റ്റിനേഷനിലും ഡിമാൻഡ്സ് അച്ചീവ് ചെയ്തോണമെന്നില്ല. ഓക്കെ, ഡിമാൻഡ്സ് മെറ്റ് ചെയ്തോണമെന്നില്ല ട്രാൻസ്പോർട്ടേഷൻ ചെയ്താൽ ആ കേസ്. ഓക്കെ, ഈ രണ്ട് കേസസാണ് നമുക്ക് പറയാനുള്ളത്. ഈ രണ്ട് കേസിലും നമ്മൾ ചെറിയൊരു ഐഡിയ ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനെ ബാലൻസ്ഡ് ആക്കും. എന്നിട്ട് സാധാരണ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്ന രീതിയിൽ സോൾവ് ചെയ്തെടുക്കും. ഇതാണ് നമ്മൾ ചെയ്യും. അപ്പോൾ ആദ്യം പ്രോബ്ലം ഓഫ് സർപ്ലസ് അറ്റ് ദി സോഴ്സസ്, അതായത് അവൈലബിലിറ്റി ഡിമാൻഡിനേക്കാളും ടോട്ടൽ അവൈലബിലിറ്റി ടോട്ടൽ ഡിമാൻഡിനേക്കാളും വലുതാവുന്ന കേസ്. വി ഹാവ് ദി ഫോളോയിങ് എൽ പി പ്രോബ്ലം. Minimize f equal to summation I runs from 1 to m, summation j runs from 1 to m, Cij, Xij subject to the constraints, summation j runs from 1 to n, Xij less than or equal to ai. Okay, ഈക്വൽ ടു ആവും നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കും. ഓക്കെ, കാരണം നമ്മളുടെ കയ്യിൽ എക്സസ് പ്രൊഡക്ട്സ് ഉണ്ട് സോഴ്സസിൽ. ഓക്കെ, അപ്പോൾ എല്ലാ റോ വൈസിൽ സം ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്തെടുത്തിട്ട് റോ വൈസിൽ സം ചെയ്യുമ്പോൾ അവൈലബിലിറ്റിക്ക് ഈക്വൽ ആയിക്കോണമെന്നില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിലിറ്റി ആയിരിക്കും ഓരോ സോഴ്സസിലും. ഓക്കെ, ഇതാണ് ആദ്യത്തെ കൺസ്ട്രെയിൻസ്. പിന്നെ എല്ലാ ഡിമാൻഡ്സും അച്ചീവ് ചെയ്തിട്ടുണ്ടാവും, മെറ്റ് ചെയ്തിട്ടുണ്ടാവും. സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m, Xij ബി ജെ. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഐ റൺസ് ഫ്രം 1 to m എ ഐ ഗ്രേറ്റർ ദാൻ സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to n ബി ജെ ആണ്. അത് നമ്മളുടെ കൺസ്ട്രെയിൻ അല്ല, അത് നമ്മൾ ഇപ്പോൾ പറയുന്ന കേസാണ്. ആൻഡ് Xij ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ ഐ ആൻഡ് ജെ. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്താണ് ചെയ്യുക, നമ്മൾ ട്രിക്കാണ് താഴെ പറയുന്നത്. റീറൈറ്റ് ദി പ്രോബ്ലം എന്ന് എഴുതി. റീറൈറ്റ് ദി പ്രോബ്ലം ടു എ ബാലൻസ്ഡ് പ്രോബ്ലം ബൈ ക്രിയേറ്റിംഗ് എ ഫിക്ഷ്യസ് സിങ്ക് dn+1 whose demand is bn+1, which is equal to summation I runs from 1 to m ai minus summation j runs from 1 to n bj.
അതായത് നമ്മൾ ഇങ്ങനെ വരുന്ന കേസിൽ ടോട്ടൽ അവൈലബിലിറ്റി കൂടുതലായിട്ട് വരുന്ന കേസിൽ നമ്മൾ എന്താണ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ പുതുതായിട്ടൊരു ഡെസ്റ്റിനേഷനെ ഫിക്ഷ്യസ് ഡെസ്റ്റിനേഷനെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്യും. എൻ ഡെസ്റ്റിനേഷനാണ് ആക്ച്വലി ഉണ്ടാവുക, അതിലേക്ക് നമ്മൾ ഒരു ഡെസ്റ്റിനേഷനും കൂടി ആഡ് ചെയ്യും, dn+1. അതിലെ ഡിമാൻഡ് ഈ എക്സസ് വരുന്ന പ്രൊഡക്ട്സിൻ്റെ എണ്ണം, അതായത് സമ്മേഷൻ bn+1 എന്ന് പറഞ്ഞാൽ സമ്മേഷൻ i runs from 1 to m ai മൈനസ് സമ്മേഷൻ j runs from 1 to n bj. ദി ന്യൂ പ്രോബ്ലം വിത്ത് m sources and n+1 sinks ഈസ് ബാലൻസ്ഡ്. ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ പ്രോബ്ലം റീറൈറ്റ് ചെയ്താൽ ഓക്കെ. കാരണം നമ്മൾ എക്സസ് വരുന്ന പ്രൊഡക്ട്സ് ഡിമാൻഡായിട്ട് വരുന്ന ഒരു ഫിക്ഷ്യസ് ഡെസ്റ്റിനേഷനെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുതിയ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. ഇനി ഈ ഫിക്ഷ്യസ് സിങ്കിലേക്ക് ഓരോ സോഴ്സസിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ്, ഓക്കെ, ഓരോ പ്രൊഡക്ട്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതാണ് നമ്മൾ താഴെ പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദി ഫിസിക്കൽ നേച്ചർ ഓഫ് ദി പ്രോബ്ലം, ദി കോസ്റ്റ് കോയിഷ്യൻസ് CiN+1. ഓക്കെ, മനസ്സിലാക്കുക. ഓരോ സോഴ്സസിൽ നിന്നും ഈ ഫിക്ഷ്യസ് സിങ്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് മേ ബി 0 or some other number which should be estimated in general. ഓക്കെ, CiN+1 ഈക്വൽ ടു സഫിക്സ് ആണ് സി കഴിഞ്ഞിട്ട് സഫിക്സ് IN+1 ഈക്വൽ ടു മിനിമം ഓഫ് സമ്മേഷൻ മിനിമം ഓഫ് CI1 CI2 എക്സെട്ര CIN. ഓക്കെ, നമ്മൾ ചില കേസുകളിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 0 ആയിട്ട് എടുക്കും, അല്ലെങ്കിൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്കും CI1 ഓക്കെ റോ വൈസ് നോക്കുകയാണെങ്കിൽ ആ റോയിലുള്ള മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഓക്കെ, അതായത് OIന്ന് O1 DN+1 ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ O1 ബാക്കിയുള്ള സോഴ്സ് ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റിൻ്റെ മിനിമം. ഓക്കെ, ജനറലായിട്ട് ith സോഴ്സിൽ നിന്ന് N+1 ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ith സോഴ്സിൽ നിന്ന് N+1 ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ith സോഴ്സിൽ നിന്ന് ബാക്കിയുള്ള സോഴ്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റിൻ്റെ മിനിമം ആക്കിയിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മെത്തേഡിൽ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തെടുക്കുക. ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും നമ്മളുടെ ഒറിജിനൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരും. ഓക്കെ, പക്ഷേ ആ പ്രോബ്ലത്തിൽ നമ്മളുടെ ഡിമാൻഡൊക്കെ മീറ്റ് ചെയ്തോണമെന്നില്ല. ഓരോ സോഴ്സസിലുള്ള എല്ലാ പ്രോഡക്റ്റ്സും ട്രാൻസ്പോർട്ട് ചെയ്തോണമെന്നില്ല. പക്ഷേ ട്രാൻസ്പോർട്ട് ചെയ്യണമല്ലോ, പ്രോബ്ലം അതാണ്, ട്രാൻസ്പോർട്ട് ചെയ്യണം. അപ്പോൾ കോസ്റ്റ് മിനിമമായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യും. ഓക്കെ, ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും നമ്മളുടെ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ഇനി അടുത്ത കേസ്, ഈ കേസും കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം നോക്കാം. സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ദി പ്രോബ്ലം ഇൻ വിച്ച് ടോട്ടൽ ഡിമാൻഡ് എക്സീഡ്സ് ദി ടോട്ടൽ സപ്ലൈ, അതായത് ടോട്ടൽ ഡിമാൻഡ് ടോട്ടൽ സപ്ലൈനേക്കാളും കൂടുതലായിട്ട് വരുന്ന കേസ്. അപ്പോൾ പ്രോബ്ലം എങ്ങനെയായിരിക്കും? മിനിമൈസ് F equal to summation j runs from 1 to n summation I runs from 1 to m Cij Xij subject to the constraints summation j runs from 1 to n Xij I runs from 1 to m. Constraints summation I runs from 1 to m Xij less than or equal to Bj. Okay, രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരാൻ കാരണം നമ്മളുടെ പ്രോബ്ലത്തിൽ അൺബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ മോറോവർ ടോട്ടൽ ഡിമാൻഡ് ടോട്ടൽ സപ്ലൈനേക്കാളും കൂടുതലായതുകൊണ്ട് എല്ലാ ഡെസ്റ്റിനേഷനിലും ഡിമാൻഡ് അച്ചീവ് ചെയ്തോണമെന്നില്ല. ഓക്കെ, അപ്പോൾ കോളം വൈസ് ആഡ് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് വരാം. ഓക്കെ, കോളം ഇക്വേഷൻസ് സമ്മേഷൻ I runs from 1 to m Xij ലെസ് ദാൻ ഓർ ഈക്വൽ ടു Bj j runs from 1 to m. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസ് സമ്മേഷൻ I runs from 1 to m Ai ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ j runs from 1 to n Bj Xij ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 for all I, j.
ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഐഡിയ ഉപയോഗിച്ചിട്ട് തന്നെയാണ് സോൾവ് ചെയ്യുക. എങ്ങനെയാണെന്ന് നോക്കാം. ടു സോൾവ് ദി പ്രോബ്ലം വി ആഡ് കേട്ടോ, വി ആഡ് എ ഫിക്ഷ്യസ് സോഴ്സ് OM+1. ഓക്കെ, OM+1 ഇൻട്രൊഡ്യൂസിന് വേണ്ട, ഇങ്ങനെ എഴുതുക. ടു സോൾവ് ദി പ്രോബ്ലം വി ആഡ് എ ഫിക്ഷ്യസ് സോഴ്സ് OM+1 with the capacity, okay, with the demand AM+1 which is equal to summation j runs from 1 to n bj minus summation I runs from 1 to m ai. അപ്പോൾ നമ്മൾ ചെയ്യുക, ഈ കേസിൽ നമ്മളൊരു ഫിക്ഷ്യസ് സോഴ്സിനെ പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്യും. അവിടെയുള്ള അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എക്സസ് ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, എക്സസ് ആയിട്ട് വരുന്ന ഡിമാൻഡ്. ഓക്കെ, അതായത് സമ്മേഷൻ ജെ റൺസ് ഫ്രം 1 to m bj മൈനസ് സമ്മേഷൻ ജെ ഐ റൺസ് ഫ്രം 1 to m a. ഓക്കെ, പിന്നെ ഈ കോസ്റ്റ് കോയിഫിഷ്യൻസ് പുതിയ സോഴ്സിൽ നിന്ന് ഓരോ ഡെസ്റ്റിനേഷനിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് കോയിഫിഷ്യൻസ് 0 അല്ലെങ്കിൽ കോളം വൈസിൽ നമ്മളുടെ കോസ്റ്റ് കോയിഫിഷ്യൻസിൻ്റെ മിനിമം ചൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. അതായത് നമ്മൾ OM+1 നിന്ന് ഓരോ ഡെസ്റ്റിനേഷനിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോ ഡെസ്റ്റിനേഷനിലേക്കും ഓരോ സോഴ്സസിൽ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റിൻ്റെ മിനിമമായിട്ട് ചൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇനി പ്രോബ്ലം നോക്കുക. ഐഡിയാസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രോബ്ലം നോക്കുക. ദർ ആർ ഫോറസ്റ്റ് ഏരിയാസ് F1, F2, F3 and F4 and timber depots D1, D2, D3. The following table give the produce of each forest area, the minimum timber required at each depot and the cost of the transportation per unit of timber from each forest area to each depot. Find the distribution of the entire forest reduce for minimum cost of transportation. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ ടേബിളിലാണ് പ്രോബ്ലം തന്നിട്ടുള്ളത്, ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കാം. 4 സോഴ്സസും 3 ഡെസ്റ്റിനേഷനിലുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. ഇപ്പോൾ കോസ്റ്റ് കോയിഫിഷ്യൻസ് തന്നിട്ടുണ്ട്, ടോട്ടൽ അവൈലബിലിറ്റി തന്നിട്ടുണ്ട്, ടോട്ടൽ ഡിമാൻഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ അവൈലബിലിറ്റി എന്താണ് വരുന്നത് നോക്കുക. ടോട്ടൽ അവൈലബിലിറ്റി 100 + 80 + 90 + 120 ആയിരിക്കും. അത് 390 ആയിരിക്കും. ടോട്ടൽ ഡിമാൻഡ് 110 + 110 + 60. അപ്പോൾ 280 ആയിരിക്കും. ഓക്കെ, അതായത് ടോട്ടൽ അവൈലബിലിറ്റി ടോട്ടൽ ഡിമാൻഡിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ കേസ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക, പുതിയൊരു ഡെസ്റ്റിനേഷനെ ഈ പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്യും. D4 3 നമ്പർ ഓഫ് ഡെസ്റ്റിനേഷനാണ് ആദ്യമുള്ളത്. അപ്പോൾ നമ്മൾ പുതുതായിട്ട് D4 എന്നുള്ള ഒരു ഫിക്ഷ്യസ് ഡെസ്റ്റിനേഷനെ ഇതിലേക്ക് ആഡ് ചെയ്യും. അവിടെ ഡിമാൻഡ് എന്തായിരിക്കും, ഡിമാൻഡ് ഈ എക്സസ് വരുന്ന പ്രോഡക്ട്സിൻ്റെ എണ്ണം 110. പിന്നെ D4ലേക്ക് ഓരോ സോഴ്സസ് നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഓരോ സോഴ്സസ് നിന്നും ഓരോ ബാക്കിയുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റിൻ്റെ മിനിമം. അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അവിടെ മിനിമം വരെ എന്താ 3, 4, 6, അതിൻ്റെ മിനിമം 3. അപ്പോൾ F1 നിന്ന് D4ലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് 3, F2 നിന്ന് 3, 7, 3, 8ൻ്റെ മിനിമം 7, 3, 8 ഈ 3 നമ്പേഴ്സിൻ്റെ മിനിമം. അതേപോലെ F3 നിന്ന് D4ലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ 6, 4, 5 ഈ നമ്പേഴ്സിൻ്റെ മിനിമം 4. അതേപോലെ F4 നിന്ന് D4ലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് 2. അപ്പോൾ ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. പിന്നെ ഇനി ഞാൻ സോൾവ് ചെയ്തെടുക്കുന്നില്ല, ഞാൻ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സാധാ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് ഇനി സ്വന്തമായിട്ട് സോൾവ് ചെയ്യാം. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്കറിയാം. ആദ്യം ഒരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കണ്ടെത്തുക. അത് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യുക.
ഒപ്റ്റിമൽ അല്ലെങ്കിൽ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെല്ലിൽ യുവിനെ ആഡ് ചെയ്തിട്ട് നമ്പർ ഓഫ് പ്രൊഡക്ട്സിനെ ആഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ പുതിയൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അത് ഇതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒപ്റ്റിമൽ അല്ലെങ്കിൽ വീണ്ടും യുവിനെ ഒരു സെല്ലിലേക്ക്, ഏത് സെല്ലിലേക്കാണോ കൊടുക്കേണ്ടത് അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് പുതിയൊരു ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ഒബ്റ്റെയിൻ ചെയ്യുക. അത് വീണ്ടും നമ്മൾ ഒപ്റ്റിമൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഒപ്റ്റിമൽ ആണെങ്കിൽ ആ ഒപ്റ്റിമൽ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കണ്ടെത്തും. ഇതാണ് ചെയ്യാനുള്ളത്. ഇനി അടുത്ത പ്രോബ്ലം ഞാൻ പറഞ്ഞ സെക്കൻഡ് കേസാണ്. ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം തന്നിട്ടുണ്ട്, ടേബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ ടേബിൾ തന്നിട്ടുണ്ട്. അവിടെ ടോട്ടൽ സപ്ലൈ ടോട്ടൽ ഡിമാൻഡിനേക്കാളും ചെറുതാണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യാം? നമ്മൾ പുതിയൊരു സോഴ്സിനെ ആഡ് ചെയ്യും. ഓക്കെ, ആ സോഴ്സിൽ ഉള്ള നമ്പർ ഓഫ് പ്രൊഡക്ട്സ് നമ്മളുടെ ഡിമാൻഡും അവൈലബിലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ W4 എന്നുള്ള പുതിയൊരു സോഴ്സിനെ പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. പ്രോബ്ലം ആദ്യം ബാലൻസ്ഡ് അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചെക്ക് ചെയ്യുക. ആദ്യം ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബാലൻസ്ഡ് ആവില്ല, കാരണം ടോട്ടൽ അവൈലബിലിറ്റി 190, പിന്നെ ടോട്ടൽ ഡിമാൻഡ് 240 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് അല്ല. നമ്മൾക്ക് 50 നമ്പർ ഓഫ് പ്രോഡക്ട്സ് കൂടുതൽ ആവശ്യമുണ്ട്. ഓക്കെ, ഇത്രയും നമ്പർ ഓഫ് പ്രോഡക്ട്സിൻ്റെ ഡിഫറൻസ് നമ്മളെ പ്രോബ്ലത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 50 നമ്പർ ഓഫ് പ്രോഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിക്ഷ്യസ് സോഴ്സിനെ നമ്മൾ പ്രോബ്ലത്തിലേക്ക് ആഡ് ചെയ്യുക, W4. ഓക്കെ, എന്നിട്ട് അപ്പോൾ ആ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. ഈ W4ൽ നിന്ന് ഓരോ സോഴ്സ് ഡെസ്റ്റിനേഷനിലേക്കും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോളം വൈസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോക്കുക, അതിൻ്റെ മിനിമം. അതായത് എന്നുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഓരോ W4 അല്ലാത്ത സോഴ്സസ് നിന്ന് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റുകളുടെ മിനിമം. അപ്പോൾ W4 നിന്ന് എയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 14, 13, 18 ഈ 3 നമ്പേഴ്സിൻ്റെ മിനിമം 13. ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്തത് W4 നിന്ന് ബിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് 15, W4 നിന്ന് സിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് 15, W4 നിന്ന് ഡിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് 16, ഇയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കോസ്റ്റ് 19. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇനി സാധാരണ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കുന്ന രീതിയിൽ ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്തിട്ടുണ്ട് നോട്ട്സിൽ. അപ്പോൾ നോക്കിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൻ്റെ ആ സെക്ഷനിൽ പറയാനുള്ളത്. ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ആ ടേബിൾ ഉപയോഗിച്ചിട്ട് ഈ സെയിം ഐഡിയ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറൊരു ടൈപ്പ് പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാം. അതാണ് കേറ്ററർ പ്രോബ്ലം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം.